Dearest priests, dearly beloved, it is truly a joy to see our church family come together for today's Canticle celebration. Events like this reminds us of the goodness and importance of staying connected as one family in Christ. Our family gatherings are not just about celebrating traditions, they are chance to strengthen our bonds, share our talents, and create cherished memories. They also reflect the unity and vibrancy of our community, which is at the heart of our church. Let us celebrate this occasion with a gratitude, joy, and spirit of togetherness. A warm welcome to everyone, and thank you for making this celebration to a special. May God continue to bless and guide us in all we do. Enjoy the rest of the day. Thank you. വന്നിയ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, പള്ളിയുടെ സെക്രട്ടറി, ട്രഷറർ, ഭരണസമിതി അംഗങ്ങൾ, കുടുംബയൂണിറ്റിൻ്റെ സെക്രട്ടറിമാർ, ഇടവകയുടെ പ്രിയപ്പെട്ട എല്ലാമായ ഇടവാംഗങ്ങളെ, സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ജനനത്തോടും അതുപോലെ പുതിയ ന്യൂ ഇയറിനോടും അനുബന്ധിച്ച് നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, ജോലി, വീട്, അതിൽ നിന്നൊക്കെ മാറി ഒന്ന് റീഫ്രഷ് ആവാൻ ഒരു ദിവസം ഇന്ന് ഇടവ ക്രമീകരിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, സന്തോഷിപ്പീൻ. സന്തോഷത്തോടെ ഈ ഒരു ദിവസം ഒരു പുതിയ ഒരു ഫ്രഷ്നെസ് നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കട്ടെ. ഇതിലെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അവർ ഏത് രീതിയിൽ ആഗ്രഹിച്ചുവോ അത് മറ്റുള്ളവർക്ക്, ഓഡിയൻസിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ. അതുപോലെ ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ 2024 കാൻഡിക്കൽസ് ഇന്നേ ദിവസം വന്നിയ കോറപ്പിസ്കോപ്പന്മാരുടെ സാന്നിധ്യത്തിലും അവരുടെ സഹകരണത്തിലും ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കോറപ്പിസ്കോപ്പ അച്ഛൻ, വികാരി അച്ഛൻ, പള്ളി ഭാരവാഹികളെ, ഇന്ന് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈ ലണ്ടൻ സെൻറ്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവക അംഗങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. വാസ്തവത്തിൽ അനേക വർഷങ്ങളായിട്ട്, അതായത് ഒരു 11 വർഷമായിട്ട് ഞാനിവിടുത്തെ ഒരു നിത്യ സന്ദർശകനാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ കാൻഡിക്കിൾസിൽ മാത്രമാണ് ഭാഗഭാക്കാകാൻ സാധിച്ചത്. മറ്റവസരങ്ങളിൽ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ പരിപാടി നേരിൽ കണ്ട് ഹൃദയംഗവുമായിട്ട് അത് ആസ്വദിക്കാനും എല്ലാവരെയും സന്തോഷത്തിൻ്റെ ആ ദിവസത്തിലേക്ക് സന്തോഷപൂർവ്വം ആനയിക്കുവാനോ ഇന്ന് സാധിച്ച ഈ ദിവസത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും ഈ പരിപാടിക്ക് നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും വന്യ കോർപ്പിസ്കോപ്പാച്ചൻ, നമ്മുടെ പള്ളിയുടെ വികാരി, ഇത്രയും ബഹുമാനപ്പെട്ട ഗീവറീസ് തണ്ടായത്തച്ഛൻ, പള്ളിയുടെ സെക്രട്ടറി, ട്രസ്റ്റി, അതുപോലെ തന്നെ PRO, ഭക്ത സംഘടനകളുടെ സെക്രട്ടറിമാർ, സൺഡേ സ്കൂൾ ഹെഡ് മിസ്, എത്രയും ബഹുമാനപ്പെട്ട പള്ളി മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന എത്ര സൗന്ദര്യവും എത്ര നന്മയുമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 2024 ക്രിസ്മസ് ന്യൂ ഇയർ പുതുവത്സരത്തിൻ്റെതായ ആ ഒരു സെലിബ്രേഷൻ ക്യാൻഡിക്കൽസ് ഇന്നേ ദിവസം നടത്തപ്പെടുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല, കാരണം ടൈം നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ആധ്യാത്മിക രംഗത്ത് നമ്മുടെ ഇടവക വളരെ മുന്നിലാണ്. അതുപോലെ തന്നെ കലാപരമായിട്ടുള്ളതായ കാര്യങ്ങളിലും ഒട്ടും തന്നെ പിന്നിലല്ല. എല്ലാ വർഷവും നമ്മളുടെ ഇടവമക്കൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതുപോലെ ക്യാൻഡിക്കൽസ് നടത്തി അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ സ്നേഹവും ഐക്യവും സന്തോഷവും എന്നും നിലനിൽക്കുവാനായിട്ട് ഈ കൂട്ടായ്മ മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്യാൻഡിക്കൽസിന് എല്ലാവിധത്തിലുള്ളതായ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വീകരിക്കപ്പെടട്ടെ. ദൈവത്തിന് സ്തുതി. കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ഈ ക്യാൻഡിക്കിളിനോടനുബന്ധിച്ച് നമ്മളൊരു ചെറിയൊരു ആദരിക്കൽ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അപ്പോൾ ഈ വർഷവും നമുക്ക് നമ്മുടെ പള്ളിയിൽ നടന്നിട്ടുള്ള ഒരു അസാധാരണമായ രീതിയിൽ പള്ളിക്ക് സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് 2 പേരെയാണ് നമ്മൾ ആദരിക്കാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഒരാൾ ഇപ്പോൾ എത്തിയിട്ടില്ല. ഞാൻ പറയാം ആരാന്ന്. പറയുന്നതിന് മുമ്പ് ഈ വ്യക്തിയുടെ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്, നമുക്ക് ഈ പള്ളി നമ്മളിവിടെ വാങ്ങിയതിന് ശേഷം ഹാരോൾ ഹില്ലിൽ നമ്മൾ ഈ പള്ളി വന്നപ്പോൾ നമുക്കറിയാം, നമ്മൾ അതിന് തുടക്കത്തിലുണ്ടായ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളോട് ഒരു അകൽച്ചയായിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്താണ് ഈ വ്യക്തിയുടെ പ്രവർത്തനം തുടങ്ങുന്നത്. കാരണം നമ്മുടെ പള്ളിയുടെ ഹാരോൾ ഹില്ലിലെ മുഖം എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ്. കാരണം ഹാരോൾ ഹില്ലിലുള്ള ഓരോ ഇതിലും, അതായത് അവിടുത്തെ കമ്മ്യൂണിറ്റി പേജുകളിലാകട്ടെ, അവിടുത്തെ നമ്മുടെ കൗൺസിലേഴ്സ്, MP, അങ്ങനെയുള്ള നമ്മുടെ കൗൺസിൽ, ഇങ്ങനെയുള്ള എല്ലാ രീതിയിൽ എല്ലാ ഒഫീഷ്യൽ ഇതിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മുടെ പള്ളിയെ പ്രതിനിധീകരിച്ച് ഇങ്ങനെയുള്ള ഇതിൽ പോകുന്നതുമെല്ലാം ഈ വ്യക്തിയാണ്. ഇതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്ന നമ്മൾ 2019 ആദ്യമായിട്ട് നമ്മുടെ ഒരു ചാരിറ്റി പ്രോഗ്രാം നമ്മൾ നടത്തിയത്, വേ ഫൈൻഡേഴ്സ്. നമ്മുടെ പള്ളിയുടെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും ബ്രെയിൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ്. ഈ വ്യക്തിയാണ് ഐഡിയാസ് കൊണ്ടുവരുന്നത്. അതിനുശേഷം നമ്മുടെ ടീം നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതാണ് മിക്കവാറും നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടേത്. നമ്മുടെ വേ ഫൈൻഡേഴ്സ് മുതലാണ് നമ്മൾക്ക് ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കൂടുതലൊരു അവസരം കിട്ടിയത്. അതിനുശേഷം ആദ്യത്തെ പ്രോഗ്രാം തന്നെ വളരെ സക്സസ് ആയിരുന്നു. ബിജി അച്ഛൻ്റെ നേതൃത്വത്തിലാണ് അന്ന് നമുക്കത് നടത്താൻ കഴിഞ്ഞത്. അതിനുശേഷം കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ നമ്മൾ ആരും അറിയാതെ ചെയ്ത ഒരു പ്രവർത്തനമുണ്ട് ഇദ്ദേഹത്തിൻ്റെ. അതായത് നമ്മളെല്ലാം വീട്ടിൽ ഇരിക്കുമ്പോൾ ഈ വ്യക്തി നമ്മുടെ ഹാരോൾ ഹിൽ ഏരിയയിലുള്ള കുടുംബങ്ങളിൽ ആരെങ്കിലും ഒറ്റയ്ക്കുണ്ടെങ്കിൽ, അവർക്ക് ആർക്കെങ്കിലും ഫുഡിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ എത്തിച്ച് അവരോട് ഡോറിൻ്റെ പുറത്ത് നിന്ന് കുശലാന്വേഷിച്ച് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാം, നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഫുഡ് പാൻട്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്.
എത്രമാത്രം എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ വ്യക്തി മാത്രമല്ല, നമുക്കൊരു ടീമാണ് അത് ചെയ്യുന്നത്. ഈ വോളണ്ടറികൾ ചെയ്യുന്ന പല വ്യക്തികൾ കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ എനിക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് ഈ വ്യക്തിയെന്ന്, ഇല്ലേ? യെസ്, ബേസിൽ ജോൺ. നമുക്ക് ബേസിലിന് കൊടുക്കാനായിട്ട് വേറൊരു രീതിയിൽ പ്രതിഫലം കൊടുക്കാൻ നമ്മളെയൊക്കെ ഉണ്ടാവില്ല. അത് സർവശക്തനായ ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു സ്നേഹോപഹാരം അച്ഛൻ ബേസിലിന് സമർപ്പിക്കുന്നതാണിപ്പോൾ. ഇത് കൂടാതെ നമ്മുടെ പള്ളിക്ക് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ആ പ്രോജക്റ്റ്, നമ്മുടെ സൈഡ് എക്സ്റ്റൻഷൻ വർക്ക് നമ്മൾ നടത്തി. അതിനു വേണ്ടിയിട്ടും നമുക്ക് സോഫാർ നമുക്ക് 70,900 പൗണ്ട് നമുക്ക് ചാരിറ്റി ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ ഈ വ്യക്തിയാണ്. ഇനി രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത് ആ പണി പൂർത്തീകരിച്ച് തന്നത് നമ്മുടെ ബിനോയ് ചേട്ടനാണ്. അപ്പോൾ ബിനോയ് ചേട്ടനെയാണ് നമ്മൾ ആദരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ബിനോയ് ചേട്ടൻ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനുള്ള സ്നേഹോപകാരം നമ്മൾ പള്ളിയിൽ വെച്ചായിരിക്കും കൊടുക്കുന്നത്. താങ്ക് യു. ഇത് ഒരു ആദരിക്കപ്പെടൽ എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പൗലോസേട്ടന് തന്ത്രപരമായിട്ട് എന്നെ അറിയിക്കാതെ എല്ലാവർക്കും മെസ്സേജ് പാസ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് പറയുന്നത്, ഈ ആദരിക്കപ്പെടുക എന്നുള്ളത് സ്നേഹത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ തന്നെ ആദരിക്കപ്പെടുന്നതാണ്. കാരണം ഞാനിപ്പോൾ ബിജു പറഞ്ഞ പോലെ ഐഡിയാസ് കൊണ്ടുവരുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പലരുണ്ട്. ഇപ്പോൾ ക്രോസ് റോഡ്സ് നോക്കിയാൽ ജിൻസ് ഉണ്ടായിരുന്നു അവിടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട്. ഇപ്പോൾ പല ഫുഡ് പാൻട്രി കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ സുജോയി ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റ് പാക്കിങ്, അതായത് ഇവിടുത്തെ കൊച്ചു കുട്ടികളടക്കം നമുക്ക് നമ്മളെ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് എന്തൊരു ചേർച്ചയാണെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പേടിക്കാറുണ്ട് വെളിയിൽ നിന്ന് ആൾക്കാർ വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് നിങ്ങൾ കണ്ടതാണ്, ഞാൻ ഗ്രൂപ്പിലിട്ടൊരു ഫോട്ടോ. 97 വയസ്സുള്ളൊരു അമ്മച്ചിയാണ്. അത് ആദ്യത്തെ ക്യാൻഡിക്കിൾസിന് നമ്മൾ ചെന്നപ്പോൾ അന്ന് അമ്മച്ചി വീട്ടിൽ പോകാൻ തയ്യാറായില്ലായിരുന്നു. അപ്പോൾ അമ്മച്ചി എന്ന് പറഞ്ഞത് എനിക്ക് വീട്ടിൽ പോകണ്ട എന്നുള്ളായിരുന്നു. ബിജിയച്ചനെ വിളിച്ച് കെട്ടിപ്പിടിച്ച് അവസാനം ഒരു ഉമ്മയെ കൊടുത്തിട്ടാണ് അമ്മച്ചി പോയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കുട്ടികളുടെ ഇവിടെ ചർച്ച വന്നത്, എനിക്ക് തോന്നുന്നത് സിബി വഴിയാണത് അങ്ങനെ ഒരു ആശയം വന്നത്. ഒരു കെയർ ഹോമിൽ പോയി പാട്ട് പാടണം എന്നുള്ള കുട്ടികൾക്ക് പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ അമ്മച്ചി മരിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അമ്മച്ചി കണ്ടപ്പോൾ തന്നെ അമ്മച്ചിക്ക് നമ്മളെല്ലാം മനസ്സിലായി. കഴിഞ്ഞ ദിവസം അമ്മച്ചിയുടെ 90ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു കാർഡ് അയച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ അമ്മച്ചിയായിരുന്നു നിർബന്ധം. ഇന്നലെ വലിയൊരു കാറ്റായതുകൊണ്ട് അവർ പറഞ്ഞു പോകാൻ പറ്റില്ല, റിസ്കിൽ എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞില്ല, എനിക്ക് അവിടെ പോകണം. അമ്മച്ചി പ്രതീക്ഷിക്കുന്നത് ഇനി സ്ഥിരം നമ്മുടെ അടുത്ത് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഐഡിയാസ് മാത്രമാണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഈ കമ്മിറ്റിയിൽ ഇപ്പോൾ 6 വർഷമായിട്ട് ഞാൻ ശരിക്കും പൗലോസേട്ടൻ്റെയും ബിജുവിൻ്റെയും തണലിൽ തന്നെയാണ്. പല കാര്യങ്ങൾ പറയുമ്പോഴും ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ആശയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും പൗലോസേട്ടൻ്റെയും ബിജുവിൻ്റെയും ഒരു എന്താ അതിന് പറയുക, വളരെ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അതുമാത്രമല്ല, ഇവിടെ എല്ലാ ഏരിയയിലേക്ക് നോക്കിയാലും ഇപ്പോൾ നമ്മളൊരു പുറത്തൊരു ഫുഡിൻ്റെ കാര്യമായിട്ടാലും സാബൂസ് അങ്ങനെയുള്ള അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇപ്പോഴത്തെ കമ്മിറ്റിയും കഴിഞ്ഞ കമ്മിറ്റി അതുപോലെ തന്നെ വൈദികർ വിജയച്ചനെ മുതൽ ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠൻ, പള്ളിയുടെ സെക്രട്ടറി പൗലോസേട്ടൻ, ട്രസ്റ്റി ബിജു, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, അവതാരകർ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കാൻഡിക്കിൾസ് എല്ലാ വർഷവും നമ്മൾ ഒരു ഹോൾ ഡേ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് കുറച്ച് സമയം കുറവുണ്ട്. 1 മണിക്ക് മാത്രമാണ് നമുക്ക് തുടങ്ങാൻ അതായത് ഈ വെന്യൂ നമുക്ക് കിട്ടിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ അണിയറയിൽ ഒത്തിരി പേര് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത്, ഞാൻ പലപ്പോഴും പലരെയും വിളിക്കുമ്പോഴൊക്കെ പുറകിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ കേൾക്കാം. അപ്പോൾ എല്ലാവരും പ്രാക്ടീസിൻ്റെയും അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കുറേയധികം പേർക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേയധികം പേർക്ക് നന്ദി പറയേണ്ടതുണ്ട്. കാര്യം നമ്മുടെ ഒരു കുടുംബ പരിപാടി തന്നെയാണ്. പ്രത്യേകിച്ച് ആരോടും ഒരു നന്ദി പറയേണ്ട ആവശ്യമതയില്ല.
എന്നാൽ പോലും ഔപചാരികത ഉള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മളെ ഇത്രയും പ്രാപ്തനാക്കിയ സർവേശ്വരനോട് നന്ദി പറയുന്നു. നമ്മുടെ വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു കോറപ്പിസ്കോപ്പ് അച്ഛൻ, രാജു ചെറുവിളിൽ കോറപ്പിസ്കോപ്പ് അച്ഛൻ, നമ്മുടെ വികാരി ഫാദർ തണ്ടായത്ത് ഗ്യൂറീസ് അച്ഛൻ, സമയത്ത് തന്നെ വന്ന് നമ്മളുടെ എല്ലാ പരിപാടികൾക്കും ഉപദേശവും എല്ലാം നൽകുകയും ഒപ്പം തന്നെ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന 3 പേർക്കും ഔപചാരികത പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇതിനുവേണ്ടി മാർഗനിർദ്ദേശങ്ങൾ തന്ന മാനേജിംഗ് കമ്മിറ്റി, സെക്രട്ടറി, ട്രഷറർ, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ കഴിഞ്ഞ ഏകദേശം 1 മാസമായി അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയങ്ങളായി ഇതിൻ്റെ പ്ലാനിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനുമായി ഈ സമയം കുറഞ്ഞ പലപ്പോഴും പലരുടെ വീടുകളിലും രാത്രിയും അല്ലെങ്കിൽ വളരെ വൈകിയൊക്കെയാണ് ഓരോരുത്തരും ഈ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട യൂണിറ്റ് ഭാരവാഹികളും പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ കാറ്ററിംഗ് മിസ്റ്റർ ബിനീഷ് നമുക്ക് സമയാസമയങ്ങൾ ഉച്ചയ്ക്ക് നല്ലൊരു ലഞ്ച് നമുക്ക് തന്നു. ഇനിയും കുറേ ആഹാരം അദ്ദേഹത്തിന് കഴിക്കാനുണ്ട്. അദ്ദേഹത്തിനും ഉള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ ശബ്ദം അതുപോലെ തന്നെ LED വോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചു തന്ന പ്രിയപ്പെട്ട ധ്രുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു ധ്രുവ് ആൻഡ് ടീം ടു സപ്പോർട്ടിങ് അസ്. കൂടാതെ ഈ വെന്യൂ നൽകിയ സ്കൂൾ മാനേജ്മെൻറ്റ് അവരോട് നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാത്തിനും പുറത്ത് ഈ കാൻഡിക്കിൾസ് ടീമിൻ്റെ എല്ലാ പ്രവർത്തകരും, അതായത് പ്രത്യേകിച്ച് പേരെടുത്ത് പറയാനായിട്ട് ഒത്തിരി പേരുണ്ട്, പക്ഷേ നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടാതെ ഇതിൻ്റെ പിറകിൽ കുറച്ച് ആങ്കേഴ്സ് നമ്മൾക്ക് സമയാസമയത്ത് കാര്യങ്ങൾ പറയുന്നതിന് നിർദ്ദേശം നൽകുന്നതിന് നമ്മൾക്ക് ആങ്കേഴ്സ് ഉണ്ട്. അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഗെയിംസ്, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ ഗെയിംസുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കൂടാതെ നമ്മൾക്ക് ഇങ്ങനെയൊരു വെന്യൂ, അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് കുറേ പണച്ചെലവുകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും അത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോൺസേഴ്സിനെ ഉപയോഗിക്കാറുണ്ട്. ഈ വർഷവും നമ്മൾക്ക് 6ഓളം സ്പോൺസേഴ്സ് ഉണ്ട്. ഇവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പിന്നീട് നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റുകളിലൂടെയും വീഡിയോ വാളിലൂടെയും നിങ്ങൾക്കിത് കാണാം. അവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, സമയക്കുറവ് കൊണ്ട് നിർത്തുകയാണ്. ഇനി എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം. നമുക്ക് ഈ പ്രാവശ്യം 6 സ്പോൺസേഴ്സാണുള്ളത്. അപ്പോൾ കൂടുതൽ സോളിസിറ്റേഴ്സാണ്, അതുകൊണ്ടാണ് എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ സഹായിക്കണം. പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ ഇൻഷുറൻസ്, മോർഗേജ്, ബില്ല് ഇതെല്ലാം പറയുമ്പോൾ. പക്ഷേ ആദ്യമേ നമുക്കറിയാം, ജോജി ചേട്ടൻ നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ പള്ളിയിൽ എപ്പോഴും കഴിഞ്ഞ ഞായറാഴ്ചയുടെ ഉണ്ടായിരുന്നു. ജോജി ചേട്ടൻ ഇന്ന് വരാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. ജോജി ചേട്ടനാണ് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ജോജി ചേട്ടൻ്റെ നമ്പറുണ്ട്, ജോജി ചേട്ടൻ്റെ അതിൻ്റെ മെറ്റീരിയൽസ് പുറകിലുണ്ട്, നിങ്ങളൊന്ന് വിളിക്കണം. നിങ്ങൾക്ക് ആവശ്യം വരും. എനിക്കറിയാം നിങ്ങൾ പലരും 3, 4, 10 വീട് വരെ മേടിച്ചവരുണ്ട്. അപ്പോൾ ഈ വീടിനൊക്കെ ഇൻഷുറൻസും അങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ എല്ലാം ജോജി ചേട്ടനെ കോൺടാക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്ക് പഠിപ്പിച്ച് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജോജി ചേട്ടനാണ് നമ്മളുടെ ഈ ശരിക്കും LED വോൾ ഇതിനെല്ലാം നമുക്ക് പള്ളിയിൽ നിന്ന് ഒരു വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരാതെ ഇത്തരം സ്പോൺസേഴ്സിലൂടെയാണ് നമ്മളിത് മീറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് 2 സോളിസിറ്റേഴ്സാണ്. നമുക്കറിയാം ഇതെല്ലാവരും നമ്മുടെ മെമ്പേഴ്സോട് കൂടിയാണ്. അപ്പോൾ പോൾ ജോൺ സോളിസിറ്റർ, പിന്നീട് ഐഡിയൽ സോളിസിറ്റേഴ്സ്.
അപ്പോൾ നമുക്കറിയാം സോളിസിറ്റർമാരുടെ ആവശ്യകത വളരെ കൂടുതലാണ് ഇപ്പോൾ പല കാര്യങ്ങളിലും. അപ്പോൾ നിങ്ങൾ സോളിസിറ്ററിനെ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. പോൾ ജോൺ നമ്മുടെ മെമ്പറാണ്, നിങ്ങൾക്കെല്ലാം അറിയാം, UK വളരെ അറിയപ്പെടുന്ന ഒരു സോളിസിറ്റർ. അതുപോലെ ഐഡിയൽ സോളിസിറ്റർ നമ്മുടെ കാൻഡിക്കിൾസിൻ്റെ കോർഡിനേറ്ററും കൊയർ നമ്മുടെ പള്ളിയുടെ എല്ലാമായ സജി ചാക്കോയുടെ സ്ഥാപനമാണ്. നമുക്കറിയാം ഈ പള്ളിയിൽ ഞാനതിലേക്ക് വരികയാണ്. ശരിക്കും നമ്മൾ അറിയപ്പെടാതെ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒത്തിരി കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം തുടങ്ങിയത് ബിയോണ്ട് പ്രോപ്പർട്ടീസിൽ നിന്നാണ്. സിർലേട്ടൻ ആദ്യം നമ്മുടെ പള്ളിയിൽ വന്ന ഒരു കുട്ടിക്ക് അവിടെ ഇൻറ്റേൺഷിപ്പ് കൊടുത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് വളരെ സൈലൻ്റായിട്ട് നമ്മൾ വളരെ കുട്ടികൾക്ക് ഒത്തിരി പേര് കെയർ ഹോമിൽ നമ്മൾ ഒരു പൈസ പോലും മേടിക്കാതെ പലരും ഉണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന പലരും ഉണ്ട്. ഇപ്പോൾ ഓക്സ്ഫോർഡിലൊക്കെ ജോലി ചെയ്ത് വളരെ സന്തോഷത്തിൽ അവരിവിടുന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നപ്പോൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതിന് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഐഡിയൽ സോളിസിറ്ററിന് സജിയുടെ നേതൃത്വത്തിലാണ്. ബിയോണ്ട് പ്രോപ്പർട്ടി ക്ലെയിംസ് നിങ്ങൾക്കറിയാം വളരെ വ്യത്യസ്തമായൊരു സ്ഥാപനമാണത്. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ബിയോണ്ട് പ്രോപ്പർട്ടീസും സിറിലേട്ടനും വിചാരിക്കും വളരെ സിമ്പിളായിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ഞാനൊന്ന് വളരെ നല്ല വീഡിയോകളുണ്ട്, അവരോട് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒപ്പം ബിയോണ്ട് പ്രോപ്പർട്ടി ക്ലെയിംസിൻ്റെ പ്രോപ്പർട്ടി അവർ വാട്ടർ ലീക്ക് ഡിറ്റക്ഷൻ, ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊന്നും ഇപ്പോൾ ലീക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ എന്നാലും അങ്ങനെ വരുവാണെങ്കിൽ അപ്പം തന്നെ സിറിലേട്ടനെ വിളിക്കുക. സിറിലേട്ടൻ വന്ന് അതെല്ലാം സോർട്ട് ചെയ്യും. നിങ്ങൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, വേറെ ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. സ്റ്റോം ഇമ്പാക്ട് ഡാമേജ്, ക്രിമിനൽ ആൻഡ് ആക്സിഡൻ്റൽ ഡാമേജ്, ഡൊമസ്റ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ ക്ലെയിംസ്, ഇതിൽ പലതും എനിക്കറിയില്ല, സിറിലേട്ടനോടെ ഉണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ. ഞാൻ സമയപരിധി മൂലം നിർത്തുന്നു. പിന്നീട് പോൾ ജോണിൻ്റെ പേരോട് പോലെ തന്നെ ഒരു ബി ജോൺ ലോജിസ്റ്റിക്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങളെ അടക്കം ഞങ്ങൾ വേണമെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം, എന്നെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ നമ്പറുണ്ട്. നിങ്ങൾക്ക് ചുമ്മാ എന്ത് സാധനങ്ങൾ അങ്ങോട്ടൊക്കെ അയക്കണമെങ്കിൽ ഞങ്ങളെ വിളിക്കുക. പിന്നീട് ട്രാൻസെൻഡ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആദരിക്കപ്പെടാനായിട്ട് ആ വ്യക്തി വന്നില്ല, ബിനോയ് ചേട്ടൻ. കഴിഞ്ഞ ആഴ്ച എന്നോട് കുട്ടി ചോദിച്ചു, ഈ അങ്കിളെ ഈ സാധനങ്ങൾ ഈ ചാക്കുകെട്ടൊക്കെ എന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ അങ്കിളാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്കിളാണിപ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലായിടത്തും അങ്കിള് പ്ലാനിങ് പെർമിഷൻ എടുത്ത് കൊടുക്കുന്നു, അതുപോലെ പ്രോപ്പർട്ടിയുടെ പല വർക്കുകൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക.